ഈ പശുവിനൊന്നും കയറില്ല, ഇവിടുത്തെ പശുവിന് കയറില്ല, അതാണ് കെട്ടുന്നത്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോവുകയാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഫ്രണ്ടിലുണ്ട് 2 പശുക്കൾ, കയറൊന്നുമില്ലാതെ വെറുതെ ഫ്രീ ആയിട്ട് നടക്കും. റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കഴിച്ചത് വെള്ളപ്പവും ബീഫ് കറി ആയിരുന്നേ. വെള്ളപ്പം കഴിക്കാൻ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ വെള്ളപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു, കൂടെ ബീഫും കൂടെ ആണല്ലോ. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങളൊരു പപ്സും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് അത് സോസും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സോസും കൂടെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കസിൻ്റെ വീട്ടിൽ പോയി തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ ഗ്രീൻ പീസ് മസാല വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു, കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മ കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. അതുകൂടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മേനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ഓർത്തു. ഞാൻ ചിക്കൻ കറിയിലേക്കുള്ള മസാലയാണ് ഞാൻ ഇറക്കിക്കൊണ്ടെത്തുന്നത്. അങ്ങനെ രാത്രി ചിക്കൻ കറിയും ക്യാബേജ് ഉപ്പേരിയും പിന്നെ കപ്പ പുഴുക്കും ഒക്കെ കൂടെ കൂട്ടി ഭക്ഷണം കഴിച്ചാൽ എവിടെയൊക്കെ പോയി എന്തൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടാക്കിയ ആ ഒരു നാടൻ ഭക്ഷണം കഴിച്ചാൽ അത് വേറെ ലെവലാണ്. അങ്ങനെ അതുകൂടെ കഴിച്ച് നേരെ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ.